ഇപ്പോൾ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്നും വൈകുന്നേരം ചായയും വടയും കൊടുക്കുന്നതിനെക്കാട്ടും നല്ല ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് വേണ്ടി. ഫസ്റ്റ് പാലെടുപ്പ് തിളയ്ക്കാൻ വെച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് മുമ്പേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കാഷ്യൂസ് വറുത്തെടുക്കാം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് അത് മതിയാവില്ല, അതാണ് കുറച്ചും കൂടെ എടുത്തത്. ഇനി വെർമിസെല്ലി കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇളക്കിയെടുക്കണേ. ഞാൻ വെർമിസെല്ലി വറുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യുവേ, നെയ്യിൽ മാത്രമല്ല പഞ്ചസാരയിൽ നമുക്ക് വറുത്തെടുക്കാം. അത് ആദ്യം 3-4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ കൂടെ എടുക്കണോണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാടൊന്നും കഴിഞ്ഞിട്ടില്ല, ചെറുതായിട്ട്. കരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. പഞ്ചസാര ഇടുന്ന ഉപയോഗം എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ വെർമിസെല്ലിയും ഒരുപോലെ മൂത്ത് വരും. ചിലപ്പോൾ നെയ്യ് കുറച്ചുണ്ടെന്ന് വിചാരിച്ചോ, ആ തേങ്ങയില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയെടുത്താൽ ആ നെയ്യ് മൂപ്പിച്ചെടുക്കുന്ന അതേ ഇത് തന്നെ മൂത്ത് കിട്ടും. സൗണ്ട് കേട്ട് ആരും പേടിക്കല്ലേ, കാരണം കുറച്ച് വെർമിസെല്ലിയല്ലേ ഉള്ളൂ, അതാണ് ഈ തവിയിട്ട് ഇളക്കുന്ന സൗണ്ട്. പാല് തിളച്ച് പൊങ്ങി നമുക്കത് ഓഫ് ചെയ്യാം. ആ വെർമിസെല്ലി മൂത്ത് മതി കേട്ടോ. നമുക്കിനി പാലൊഴിക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ച് തിളപ്പിച്ച് അതിന് വേവിച്ചെടുക്കാം. ഒരു കാര്യം ഇടാൻ മറന്നുപോയി, നമുക്ക് ഏലക്ക ഇടണം കേട്ടോ. ഞാൻ ഇപ്പോൾ പൊടിച്ചതല്ല, ഞാൻ ചതച്ച ഏലക്കയാണ് ഇടുന്നത് കേട്ടോ. ഇനി വറുത്ത് വെച്ചേക്കണ കാഷ്യൂസ് നമുക്ക് അതിലിട്ട് കൊടുക്കാം. മുന്തിരി ഇടേണ്ടതാണ്, ഞാൻ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കാഷ്യൂസ് മാത്രമായിട്ട് ഇട്ടത് കേട്ടോ. ബാക്കി കാച്ചി വെച്ച പാലൂടെ ഒഴിച്ചെടുക്കാമേ. പാലൊഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചെടുക്കുക ലാസ്റ്റായിട്ട്. കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചെന്നല്ലേ, അപ്പോൾ അത് കുറച്ച് ഒഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് കേട്ടോ സേമിയ പായസം. അടയും കടലയും ഉപേക്ഷിച്ച് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെറിയ സമയത്തിൽ വെക്കാൻ പറ്റുന്ന പായസമാണ് ഇത്. ഇതെല്ലാ അമ്മമാർക്കും അറിയാം, ഞാൻ എന്നാലും പറഞ്ഞതന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇത് എളുപ്പമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്നും അറിയാം. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ കാണാം.